പിന്നെ ശിവാനി, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നില്ലേ, നീലി, പിന്നെ വീരൻ, ശൂരൻ? അവരെന്റെ മാനേജറൊന്നും അല്ല. എല്ലാരും എനിക്ക് വേണ്ടപ്പെട്ടവരാ, എന്റെ ലോകത്തുള്ളവരാ. ഓരോരോ സമയത്തായിട്ട് ഓരോരുത്തരും എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ നീ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അവരെ എല്ലാം തിരികെ കിട്ടിയ പോലെയാ. അല്ല ശിവാനി. തൃശൂൽ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക് ശിവാനി. ഇപ്പോ എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നീ മനസ്സിലാക്കിയല്ലോ അല്ലേ? ഇനി ആരൊക്കെ വന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല ശിവാനി, ഇനി മുതൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല എനിക്ക്. ഇനി മുതൽ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ജീവിക്കാനായാലും മരിക്കാനായാലും അത് നിന്റെ കൂടെ തന്നെ ആയിരിക്കും. അതാണ് സത്യം. ഇനി മരണത്തിന് പോലും നമ്മെ അകറ്റാൻ സാധിക്കില്ല. ഇത് സത്യം. നീ എന്റെ ശിഷ്യനായി കഴിഞ്ഞാൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. നാളെ അമാവാസി, നാഗങ്ങൾക്ക് ശക്തി ക്ഷയിക്കുന്ന ദിവസം. ഞാൻ നടത്തുന്ന പൂജയിലൂടെ ആ നാഗറാണിയുടെ സമാധാനം ഇല്ലാതാകും. നമ്മെ ശല്യപ്പെടുത്തുന്ന ആ നാഗറാണിയുടെ അന്ത്യമാണ് നാളെ. അതെങ്ങനെ സംഭവിക്കും ഗുരുക്കളെ? നാഗറാണി എവിടെയാണെന്ന് തന്നെ അറിയില്ല, എന്നിട്ടും അവളെ കൊല്ലാൻ സാധിക്കുമോ? നാഗിണി ആരാണെന്നും എവിടെയാണെന്നും എന്ത് ചെയ്യുകയാണെന്നും ഏത് രൂപത്തിലാണെന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് എത്രയോ ദിവസമായിരിക്കുന്നു. ആ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നാഗറാണിയെ കണ്ടതാണ്. എന്നിട്ട് പിന്നെ ഈ കാര്യം എന്താ ഞങ്ങളോടാരും പറയാതിരുന്ന ഗുരുക്കളെ? പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത നിമിഷം മുതൽ നിന്റെ കൂട്ടുകാർക്ക് എന്റെ ആവശ്യമില്ലാതാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞില്ല. അപ്പോ പിന്നെ ഈ നാഗറാണി ആരാണ് ഗുരുക്കളെ? നാളെ അവൾ വെന്ത് വെണ്ണീറായി ചാകുമ്പോൾ നീ തന്നെ അത് മനസ്സിലാക്കിയാൽ മതി. നാഗറാണിയുടെ അന്ത്യ ദിവസമാണ് നാളെ. ഗുരുക്കളെ, അങ്ങ് മഹാശക്തിമാൻ തന്നെയാണ്, അതിലൊരു സംശയമില്ല. എന്നിരുന്നാലും ഈ നാഗറാണി കൊല്ലാൻ അത്ര എളുപ്പമായിരിക്കുമോ? എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അത് നാളെ നിനക്ക് മനസ്സിലാകും. നാഗറാണിയുടെ അന്ത്യമാണ് നാളെ. നാഗമാതേ, സ്വാമിജി, നാഗമാതേ. പ്രണാമം സ്വാമിജി. ശിവാനി, ഈ സന്തോഷത്തിന്റെ കാരണം എന്താണ്? തൃശൂലിന് എന്റെ സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലായി. എന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നെ അവൻ സ്വീകരിച്ചു. ഞാൻ നാഗകന്യകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ എന്റെ പ്രണയം അംഗീകരിച്ചു കഴിഞ്ഞു. നല്ല കാര്യം തന്നെയാണല്ലോ നീ അറിയിച്ചത് ശിവാനി. ആദ്യ പകുതിയിൽ തന്നെ നീ വിജയം കൈവരിച്ചിരിക്കുന്നു. ഇനി നിന്റെ തൃശൂൽ അവൻ തന്നെയാണ് ആദിശേഷനെന്ന് അറിഞ്ഞതിന് ശേഷം നിന്റെ വിജയം പൂർണ്ണമായി തീരുന്നതായിരിക്കും. ആ നിമിഷത്തിനായി ഞാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം സ്വാമിജി? ആ നാളുകൾ എത്താനായിട്ട് നീ ഇനിയും ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒപ്പം ഒരുപാട് ദിനരാത്രങ്ങളും താണ്ടി പോകേണ്ടതുണ്ട് ശിവാനി. നിന്റെ മുൻപിൽ ഒരു വലിയ അപകടം തന്നെ കാത്തിരിപ്പുണ്ട് ശിവാനി. ഗുരുക്കളെ, അങ്ങ് പറഞ്ഞു വരുന്നത്? അതേ നാഗമാത, ശിവാനി ഇപ്പോൾ ഒരു വലിയ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മുന്നോട്ടുള്ള 3 ദിവസങ്ങൾ നിനക്കൊരുപാട് കഷ്ടപ്പെടേണ്ടതായി വരും. അമാവാസി ദിവസങ്ങൾ തീരേണ്ടതുണ്ട്. അമാവാസി ദിവസങ്ങൾ കഴിഞ്ഞ് പുതിയ മാസം തുടങ്ങും. മുന്നോട്ട് നിനക്ക് നല്ലത് സംഭവിക്കണമെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം താണ്ടണം. അത് താണ്ടണമെങ്കിൽ ഈ ക്ഷണങ്ങളെല്ലാം നീ മറികടന്നേ മതിയാവും. അപായം എന്ന് വെച്ചാൽ എന്ത് അപായമാണ് ഗുരുദേവ? മരണമെന്ന അപായം. അപായം മരണരൂപത്തിൽ വരും.
സൂക്ഷിച്ചോളൂ ശിവാനി, സൂക്ഷിച്ചോളൂ. ഓം ജ്വാലമാലിന്യേ നമഃ ഭട്ട് സ്വാഹ. ഓം ജ്വാലമാലിനി നാഗകുല സംഹാരിണി. ഓം രക്തപ്രിയായ സ്വാഹ. ദുർമുഖദർശിന്യേ നമഃ സ്വാഹ. രക്തപ്രിയായ സ്വാഹ. ഓം ജ്വാലമാലിന്യേ നമഃ ഭട്ട് സ്വാഹ. കപാലനേത്രായ ആവാഹയാമി. കപാലനേത്ര പോയി വാ, പോയി ആ നാഗറാണിയെ കൊന്നിട്ട് വാ. ഗുരുക്കളെ, ഇപ്പോൾ വന്ന ഈ ശക്തി ഏതാണ്? അതെങ്ങോട്ടാണ് പോയത്? എന്റെ സഹായത്തിനായി വന്നവൻ കപാലനേത്രൻ, മഹാശക്തികളുടെ അധിപൻ. അവനെ എതിർത്ത് നിൽക്കാൻ പ്രാപ്തിയുള്ളവർ ആരും തന്നെയില്ല. ഞാൻ അവന്റെ ശക്തികൾ നാഗറാണിക്ക് മേൽ പ്രയോഗിക്കാൻ പോകുന്നു. അവൻ അവളെ സ്പർശിക്കുന്ന ക്ഷണം തന്നെ നാഗറാണിയുടെ കഥ നാഗറാണിയുടെ കഥ അവസാനിക്കും. എന്താണ് പറയുന്നത് ഗുരുക്കളെ? ഈ നാഗറാണി അത്ര എളുപ്പത്തിൽ മരിക്കുമോ? അവൾ മരിച്ചു വീഴുന്നത് നിനക്ക് ഞാൻ കാട്ടിത്തരാം. വാ. ശിവാനി, വാ ശിവാനി, നീയും വാ, നമുക്ക് ഒരുമിച്ച് പട്ടം പറത്താം. വേണ്ട വേണ്ട, നീ ഒറ്റയ്ക്ക് പറത്തിയാ മതി. വാ ശിവാനി, നീയും വന്ന് പറത്തുന്നേ. ഗുരുക്കളെ, നമ്മൾ എന്തിനാ ഈ മലഞ്ചെരുവിലേക്ക് വന്നത്? ഇവിടെ ആരുണ്ട്? ഈ മലഞ്ചെരുവുകളിൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു. ഇവിടെ നാഗറാണിയുണ്ട്. ഗുരുക്കളെ, ഇവള് ഞാൻ ആവാഹനം നടത്തി ആർജിച്ചെടുത്ത കപാലനേത്രന്റെ ശക്തി ഇവിടേക്കാണ് വന്നത്. അവന്റെ പ്രഹരമേൽക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ അവന്റെ പ്രഹരമേറ്റാൽ പിന്നെ അതിജീവിക്കുക അസാധ്യമാണ്, മരിച്ചു പോകുന്നതാണ്. കപാലനേത്ര, പ്രഹരിച്ചോളൂ. ശിവാനി, ശിവാനി, ശിവാനി എഴുതേക്ക്. ശിവാനി, 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 നിനക്ക് എന്തു പറ്റി? ശിവാനി എഴുന്നേക്ക്. ഗുരുക്കളെ, ഇതാ ശിവാനിയല്ലേ? ഇവൾ നാഗറാണി എന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഭയപ്പെടേണ്ട, അവൾ മരിച്ചു കഴിഞ്ഞു. ഇനി അവൾ എഴുന്നേൽക്കില്ല, കണ്ണു തുറക്കില്ല.
ദാക്ഷായണി, ദാക്ഷായണി, അവനെ അനാവരണം ചെയ്യാനുള്ള സമയമാഗതമായിരിക്കുന്നു ദാക്ഷായണി. അതെ, ആ സമയം ആഗതമായി കഴിഞ്ഞിരിക്കുന്നു. ഓം അസുരഗുരുവേ നമഃ. ഓം ശുക്രാചാര്യായ നമഃ. ഓം കായകൽപ്പായ നമഃ. ദാക്ഷായണി, ശിവാനി എന്നെ നോക്ക്, കണ്ണു നോക്ക്. ഞാൻ തൃശ്ശൂല. എണ്ണയ്ക്ക് ശിവാനി. ശിവാനി, ഇവൾക്ക് എന്താണാവോ പെട്ടെന്ന് പറ്റിയേ? വെള്ളം, വെള്ളം. മൃത്യു സഞ്ജീവിനി ജലാമൃത തന്ത്രവും അവളിൽ ഏൽക്കില്ല. ശിവാനി, ശിവാനി. ഡോക്ടർ, ഡോക്ടർ ഫോൺ. അയ്യോ, ഇവിടെ നെറ്റ്വർക്കും ഇല്ലല്ലോ. ഓ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഹലോ, ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹലോ ശിവാനി, ശിവാനി എഴുന്നേക്ക്. ശിവാനി, ശിവാനി, ശിവൻ, നീ ഇല്ലാതെ എനിക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. ശിവാനി, ശിവാനി പ്ലീസ്, നീ എന്നോട് ഇങ്ങനെ ഒന്ന് കാണിക്കല്ലേ. എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുത് ശിവാനി. ശിവാനി, ഞാൻ കാലൊടിക്കാം ശിവാനി. ശിവാനി പ്ലീസ്, ശിവാനി എഴുന്നേക്ക് ശിവാനി. ശിവാനി, ഹേ ശിവാനി, ശിവാനി എഴുന്നേക്ക്. ശിവാനി പ്ലീസ്, ശിവാനി. ശിവാനി ഒന്ന് കണ്ണ തുറക്ക് നീ. ശിവാനി, എന്താ പറ്റും നിനക്ക്? ഇല്ല, ശിവാനി പ്ലീസ്, ശിവാനി കണ്ണു തുറക്ക്. ശിവാനി, ശിവാനി പ്ലീസ്. ശിവാനി ഒന്ന് കണ്ണു തുറക്ക്. ശിവാനി, ഞാനാ വിളിക്കുന്ന. ശിവാനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴെനിക്ക് സമാധാനമായത്. നിനക്ക് എന്താ പെട്ടെന്ന് പറ്റി ശിവാനി? ഒരു നിമിഷം എന്റെ ഹൃദയം തന്നെ നിന്നുപോയി. എഴുന്നേക്ക്. എന്താ ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയെന്നുള്ള തോന്നൽ വന്നു ശിവാനി. നിന്നെ നഷ്ടപ്പെടുന്നുള്ള പേടിയായിരുന്നു എന്റെ മനസ്സിൽ മുഴുവൻ. എന്താ ശിവാനി, നിനക്ക് എന്താ പറ്റിയേ? എന്തോ പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. പോട്ടെ, സാരമില്ല. ഒന്നും ആലോചിക്കണ്ട നീ.
നല്ല വെയിലുണ്ട് ഇവിടെ. അതുകൊണ്ടാ നിന്റെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോകും ശിവാനി. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഒരു വെയിലിനും ഒരു മിന്നലിനും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ വീണത് മറ്റേതോ ഒരു ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ്. അതെ, എന്റെ ബോധം പോകുന്നതിന് മുൻപേ എന്നെ ഏതോ ഒരു ശക്തി അടിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ മരണത്തിന്റെ വാതിൽക്കൽ വരെ ചെന്നെത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്നെ രക്ഷിച്ചത് ആദിശേഷന്റെ ശ്വാസമാണ്. അവന്റെ ശ്വാസം എന്റെ ഉള്ളിൽ കടന്ന് എന്റെ നാഗമാണിക്യത്തിൽ തട്ടി. അത് തിരികെ പ്രചരിച്ചപ്പോഴാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നാൽ എന്റെ പ്രാണൻ എടുക്കാനായിട്ട് വന്ന ആ ശക്തി ഏതാണ്? ആ ശക്തിയെ പറഞ്ഞയച്ചത് ആരാണ്? മതിയോ ശിവാനി? ഇതൊരു വല്ലാത്ത കാര്യമായി സ്വാമിജി. അവൾ ഇരുന്നിടത്ത് തന്നെ സമാധിയാവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തണ്ട എണീറ്റിരിക്കുന്നു. അവളൊരു സ്ത്രീയാണോ അതോ വേറെ വല്ലതും ആണോ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഞാൻ പ്രയോഗിച്ച ആ ശക്തിയെ തടയാൻ കഴിവുള്ളത് ഒരേ ഒരു ശക്തിക്കാണ്. ഏത് ശക്തിയാണ് ഗുരുക്കളെ? നാഗമാണിക്യ ശക്തിക്ക്. അപ്പൊ പിന്നെ അങ്ങയുടെ ശക്തിക്ക് എന്തു പറ്റി? അങ്ങ് പറഞ്ഞനുസരിച്ച് നാഗമാണിക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നാണോ? അവളെ രക്ഷിക്കാനുള്ള ശക്തിയുള്ളത് നാഗമാണിക്യത്തിന് മാത്രം. അവൾ ഉണ്ടായിരുന്നിടത്ത് നാഗമാണിക്യമില്ല. നാഗമാണിക്യം ഈ പ്രദേശത്ത് എവിടെയോ തന്നെയുണ്ട്. അല്ലാത്ത പക്ഷം അവൾ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അവളിപ്പോ രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ? അതെ, അതാണ് എന്നെയും സംശയത്തിലാഴ്ത്തിയത്. ഇനിയൊരു പ്രയോഗം നടത്തി അവളെയും കൊന്നാലോ? വേണ്ട, അപായമുണ്ട്. അടുത്ത നീക്കത്തിന് മുൻപ് അവളെ ചുറ്റിയിരിക്കുന്ന നാഗമാണിക്യം എവിടെയെന്ന് കണ്ടെത്തണം. എങ്കിലേ എളുപ്പത്തിൽ അവളെ കൊല്ലാൻ സാധിക്കൂ. ജയ് ജ്വാലമാലിനി. ഇതെന്താ മോളെ ഇത്ര ചിരിക്കാനും മാത്രം എന്താ കാര്യം? ഒന്നുമില്ല അങ്കിളെ, എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ ഭർത്താവ് എന്നെ എങ്ങനെയൊക്കെ റെസ്പെക്ട് ചെയ്യണോന്ന് ഞാൻ കൃത്യമായി ആലോചിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. ശരി, അതിരിക്കട്ടെ. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനെ നീ എന്താ വിളിക്കാൻ പോകുന്നത്? നീ അവനെ സ്നേഹത്തോടെ ഡോ ഡോ എന്നാ വിളിക്കാൻ പോകുന്നത്. അത് റെസ്പെക്ട് തരുമായിരിക്കും അല്ലേ? ഒയ്യോടാ, രണ്ടുപേരും കൂടി എവിടെ ചുറ്റിത്തിരിയാൻ പോയതായിരുന്നു? ഒരു നേരവും വീട്ടിൽ കാണാറേ ഇല്ലല്ലോ. അതിന് വീട്ടിലിരുന്ന് ബോറടിക്കില്ലമ്മേ. അതുകൊണ്ട് ശിവാനിയും കൊണ്ട് കോഫി എസ്റ്റേറ്റിന് അവിടെ വരെ പോയിരിക്കായിരുന്നു. എന്താ ശിവാനി, ക്ഷീണമുണ്ടോ നിനക്ക്? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നീ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവളെ എപ്പോഴും ഇങ്ങനെ എല്ലായിടത്തും ഒന്നും കൊണ്ടു നടക്കാനൊന്നും പാടില്ലെന്ന് നിനക്കറിയില്ലേ തൃശൂൽ? പാവം, അവള് പ്രഗ്നന്റ് അല്ലേ മോനെ? നോക്ക് എന്ത് ക്ഷീണമാണെന്ന്. അവളുടെ മുഖത്തേക്ക് നോക്കിയേ. ആ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലിരിക്കാൻ പറ്റില്ലെങ്കിലേ കുറച്ചു നാളത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് വാ. ശരിയമ്മേ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. ചേച്ചി, നമുക്ക് ഈ ഫാമിലിയിൽ എല്ലാരും കൂടി ദൂരെ ഒരു യാത്ര പോയാലോ? ഗോവിന്ദ, ഇവന്റെ ഫാമിലിയുമായിട്ട് പോയിട്ട് വരട്ടെ. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ആരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട അപ്പൊ തന്നെ അതിന്റെ ഇടയിൽ കയറി ഒരു കല്ലിടുന്നതാ ഇവന്റെ സ്വഭാവം. ശിവാനി വാ. ഈ ഭാഗ്യം നമുക്കില്ലല്ലോ. ഓം അഷ്ടാസുര ആവാഹയാമി. പൂർവനേത്രം ആവാഹയാമി. പശ്ചിമനേത്രായ ആവാഹയാമി. ഉത്തരനേത്രായ ആവാഹയാമി. അഷ്ടദിക് സൈനികായ ആവാഹയാമി. അഷ്ടദിക് സൈനികരെ വരൂ. നാഗമാണിക്യത്തിന്റെ സ്ഥാനം എവിടെയെന്ന് കണ്ടുപിടിക്കൂ. ഗുരുക്കളെ, എനിക്ക് ആശ്ചര്യം തോന്നുന്നു.
എന്താ ഇത്? ആരാണ് ഇവരൊക്കെ? അഷ്ടദിക്കിൽ നിന്നുള്ള സൈനികരാ. ഓരോ ദിക്കുകളിലും എന്തെല്ലാം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നവർ. ഇപ്പോൾ അവർ പോയിരിക്കുന്നത് നാഗമാണിക്യം കണ്ടെത്തുവാനാണ്. ഇപ്പോൾ നമ്മൾ ആ ശക്തിയെ പിന്തുടർന്നാൽ നാഗമാണിക്യം എവിടെയോ അവിടേക്ക് നമ്മളും ചെന്നെത്തുന്നതാണ്.